തൊട്ടടുത്ത മാവിൽ കയറി മാങ്ങയൊക്കെ പറിച്ചു. ഒരു രസമുള്ള ഒരു കാലഘട്ടമാണ്. സ്കൂള് ഏകദേശമൊക്കെ ഇതുപോലൊക്കെ ഇരുന്നേ. ഇതാണോ നോക്കണേ? ഇത് കിട്ടിയ ഇതില്ലെങ്കിൽ പിന്നെ എഴുതാൻ പറ്റില്ല. എഴുതി കാണിച്ചേരണ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇതെന്റെ അച്ഛന്റെ കൂട്ടുകാരൻ വാങ്ങിച്ചതാ. ഉണ്ണിയുടെ വീടിന്റെ അപ്പുറത്ത്. എല്ലാരും ഇരിക്കിരിക്കെ. ഞാനാണ് നിങ്ങളുടെ പുതിയ മലയാളം ടീച്ചർ. എൻ്റെ പേര് ദേവി എന്നാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം. വാ, പേരെന്താ? ആതിര. എല്ലാരും കേക്കട്ടെ, ഉറക്കപ്പറ. ആതിര. എവിടുന്നാ വരണേ? വീട് എവിടെയാ? കൊളങ്കര. ആതിരയോടെ പോയിക്കേ. നീ അടുത്തയാൾ വന്നേ. പേര് പറ. കണ്ടമോനെ കണ്ണൻചാട്ടൻ പുറത്തിറങ്ങി നടക്കണ കണ്ട. സൈലൻസ്. ഞാനല്ല മാഷേ, ഈ കണ്ണനാണ്. ഇവനാണ് എന്നെ പുറത്തെടുത്ത മാഷേ. പുള്ളാണ് മാഷേ ഇവൻ പറഞ്ഞത്. ഇവനാണ് എന്നെ ആദ്യം പിടിച്ചു നോക്കി എന്റെ ഷർട്ട് പുളിയാ നോക്കി. ഞാനൊന്നുമില്ല മാഷേ, ഞാൻ പൊളിച്ചാൻ നിന്നിരുന്ന് പറയാൻ എന്റെ ഷർട്ടിലേക്ക് തെറിച്ചാ മാഷേ. പിന്നെ പിടിച്ചടിച്ചെന്തിനാ അറിയാം മാഷേ, ഞങ്ങളെ പേരൂട്ടി കളിക്കായിരുന്നു. അപ്പൊ ഇവനെന്നെ ബബിൾക്ക സുബീഷ് വിളിച്ചു മാഷേ. എനിക്ക് നല്ലൊരു പേരുണ്ട് മാഷേ, പി സുബീഷ്. എന്താടാ മാഷത്തിന് വഴി തന്നെ രണ്ടര കൊടുക്കും മാഷേ. ഒരു കാര്യം ടീച്ചറെ, വെറുതെ വടി ഓടിയാന്നല്ലാണ്ട് ഇങ്ങോട്ട് നിൽക്കണം. മാഷേ മാഷേ വേണ്ട മാഷേ. മാഷേ വേണ്ട മാഷേ. മാഷേ എന്റെ കൈ മടിച്ചായി. എന്റെ കൈ മാഷേ. ഇപ്പൊ എങ്ങനെ അടുത്ത കേസാ? കിട്ടില്ലേ? ഒരു രണ്ടെണ്ണം കിട്ടില്ലേ? ഒരു പോണ്ടേ കൂട്ടം എടാ നിന്റെ ട്രൗസർ ഒരു കോളം കയറ്റി വലിച്ച കേട്ടത് എന്തുട്ട് കൊടുത്താട്ടോ പിള്ളേരെ മാഷേ? ഇങ്ങനെ ഉണ്ടാവും പിള്ളേര്. ഇനി ചാവടി മാഷേ. ടീച്ചർ ചാടുത് എല്ലാ ദിവസവും ഉച്ചക്ക് വിട്ടാല് എത്ര പെട്ടെന്ന് സ്കൂൾ നാശം. ഇഷ്ടം. അതെ, ഈ പരീക്ഷയും അടിയൊന്നും ഇല്ലെങ്കിലേ സ്കൂള് നല്ലാടാ, അല്ലെങ്കിലോ നരക. എന്തുട്ടാ കണ്ണൻചാട്ടാ? കണ്ണൻചാട്ടന് സുഖല്ലേ? കണ്ണൻചാട്ടൻ എന്ന് വരാന്തേ കൂടെ സുഖിച്ചാണ്ട് കൂടെ നടക്കണ ഞാൻ കണ്ടതാ. അതെ, അത് നിനക്കും പറ്റൂടാ. അതെ, വലിയ ക്ലാസ്സിലാകുമ്പളേ മനസ്സിലാവും. അതല്ലേ വേഗം വലുതായ മതി. പോരണ്ട പിള്ളേരെ. അതിന് വണ്ടി നിർത്തിയതല്ലേ. ഉച്ചക്ക് നിന്റെ അച്ഛന്റെ കട ഇപ്പൊ കഴിക്കാൻ സ്ഥലമില്ലുണ്ട്. നല്ല മഴ ഉണ്ട് തിന്നാലേ. നല്ല രസം ഇപ്പം അമ്മുണ്ടാക്കിയതാ. ഉണ്ണിയുടെ അച്ഛന്റെ കടയിൽ വിറ്റൂടെ? അയ്യോ, അത്രയ്ക്കൊന്നും നന്നായിട്ടില്ലടാ. ഇനിയും ശരിയാവാണ്ട്. അല്ലേലും നമ്മൾ തിന്നണ പോലെയാണോ നാട്ടുകാർ കൊടുക്കണേ? നന്നായില്ലെങ്കിലേ കളിയാക്കും. മോശല്ലേ? നന്നായിണ്ടല്ലോ. ഇത് അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും കൊണ്ടുകൊടുത്തോട്ടാ. എന്താ പിടിക്ക്, നീയും ചായക്ക് കഴിച്ചോട്ടാ. അല്ല, നിന്റെ യൂണിഫോമിൽ ഇത് എന്തോരം ചെളിയാടാ. അമ്മ വരുന്നതിന് മുന്നേ മാറിയിട്ടോട്ടാ, അല്ലേ നല്ല കിട്ടും. അയ്യോ, അടുപ്പത്ത് കരിഞ്ഞാവോ. ഞാൻ പോവാടാ. നല്ല വീടല്ലേ, കൊച്ചു വീട്. മോനെ, നീ എന്തുട്ടാ അവിടെ കുത്തി പിടിച്ചോണ്ടിരിക്കണത്? ആ നേരം പുസ്തകം എടുത്ത് 4 അക്ഷരം പഠിച്ച. ഇതും പഠിക്കണെന്നെയാ. ഇത് തന്നെയായിരുന്നു അച്ഛനും. ഇതേപോലെ എന്തൊക്കെ ഉണ്ടാക്കിയതാണ് അന്നട്ടോ. പഠിക്കാണ്ട് ഇങ്ങനെ ഓരോന്നും ശരിയാക്കി ഇങ്ങനെ നടന്ന് അവസാനമായപ്പോ ഒന്നുമില്ലാണ്ടായി. ദൈവേ, എന്റെ അമ്മയുടെ കാലിന്റെ വേദന എങ്ങനെയുണ്ട്? വേദനയൊന്നും നീ എന്തിനാണ് ഇതും കൊണ്ട് ഇരുട്ടത്ത് വന്നേ? നാളെ കൊണ്ടുവന്നാ പോരെ? കണ്ണൻചാട്ടനോ? കണ്ണൻചാട്ടന്റെ അവിടെ ഇരിക്കണ്. കണ്ണൻചാട്ടാ, ഇതൊന്നും ചെയ്യണേ. ഇതേ നാളെ ശാസ്ത്രകൽപ്പിന് ഫസ്റ്റ് അടിക്കുക. അവന്റെ വിളി കൊള്ളാല്ലേ. ഇതൊന്നും സാധനം പോട്ടി വലിച്ചെടുക്കണ യന്ത്രാടാ. ഇതമ്മയുടെ തുണിക്കടലില്ലേ, ഞാൻ പോയപ്പോ കണ്ടതാ. കരട് വലിച്ചെടുക്കണ യന്ത്രം കാണിച്ചെങ്കിൽ
കണ്ട മത്സരം ഇതാണ് സാധനം കണ്ട. കണ്ണൻ ചേട്ടാ കലക്കി. ഇതെങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചേ? ഞാൻ കാണിച്ചരാ. പൊരിയാ കണ്ട ഇത്ര രൂപ. നോക്കട്ടെ. അപ്പൊ കണ്ണൻ ചേട്ടാ തന്നെ ഫസ്റ്റ്. ആ കണ്ണൻ ചേട്ടാ പേടിക്കണ്ട. ഇല്ലാത്ത പാടായി. ആ ചെമ്മണി എടുത്ത് കത്തിച്ചേ. ഇതിലൂടെ വെള്ളം വന്ന് ഈ ചക്രത്തിൽ വീഴുമ്പോൾ ഈ ചക്രം കറങ്ങുന്നു. അങ്ങനെ കറണ്ട് ഉണ്ടാവുന്നു. അതിലൂടെ പോസ്റ്റിലേക്ക് കറണ്ട് പോകുന്നു. അതൊക്കെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. കറണ്ട് ഉണ്ടാക്കുന്നു, ബൾബ് കത്തുന്നു അല്ലേ? ഈ കറണ്ട് എങ്ങനെ ഉണ്ടാവും അറിയാം? ഈ ഊർജ്ജ മാറ്റങ്ങളെ കുറിച്ച് പറയാനറിയോ? അറിയില്ല. ആ അവിടെ പോയിരുന്നേ. ഒന്നുമില്ലെങ്കിൽ നീ ഇത് വാങ്ങിച്ചുകൊണ്ടുവന്നത്, അല്ലെങ്കിൽ നിനക്കിത് ആരെങ്കിലും ഉണ്ടാക്കി തന്നതായിരിക്കും. സത്യം പറയടാ, ആരുണ്ടാക്കി തന്നാ? എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ പറയാറിയില്ല. ആ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാന്നുണ്ടെങ്കിൽ അത് പറയാനും അറിയണം കേട്ടാ. അതായത് ആരെങ്കിലും ഉണ്ടാക്കിയത് അടിച്ചു മാറ്റി കൊണ്ടുവന്നാലേ നിനക്കത് ഒട്ടും പറയാൻ പറ്റില്ല. ഒരു സാധനം കൊണ്ട് വന്നേക്കുന്ന ശാസ്ത്രജ്ഞൻ. സ്കൂൾ പോട്ടിന് മുമ്പ് നിങ്ങളടുത്ത് എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂൾ തുറക്കുമ്പോൾ ശാസ്ത്രമേള ഉണ്ടാവും, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണമെന്ന്. ഇതിപ്പോ നല്ലൊരു സാധനം ആരും കൊണ്ടുവന്നിട്ടില്ല. കഷ്ടം തന്നെ. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ? സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നെങ്കിൽ മാത്രം ഇവിടെ കൊണ്ട് കാണിച്ചാൽ മതി. ഉണ്ടാക്കിയിട്ടുണ്ടോ? പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൊണ്ടുവരൂ. ആ ഇത് കൊള്ളാലോ, ഇത് പുതിയതാണല്ലോ. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുമോ? ആ പറ്റും മാഷേ. ഒന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുത്ത്. ആ ഇയാള് തന്നെ ഈ ആപ്പിൾ ഇയാളുടെ വായിലുള്ള ഉമിനീരുമായി കൂടിക്കലരുന്നു. അതിനുശേഷം ആ ആപ്പിൾ ഇയാളുടെ അന്നനാളത്തിലെത്തുന്നു. അന്നനാളത്തിലെത്തിയ ശേഷം അവിടെ നിന്ന് അത് നേരെ ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിലെത്തിയ ആപ്പിളിനെ അവിടെ വെച്ച് ചതച്ചരയ്ക്കപ്പെടുന്നു. അതിനുശേഷം ആ ആപ്പിൾ നേരെ ഈ ചെറുകുടലിലേക്ക് എത്തുന്നു. ചെറുകുടലിലേക്ക് എത്തിയ ആപ്പിളിൽ നിന്നുള്ള എല്ലാ പോഷകങ്ങളും ചെറുകുടൽ വലിച്ചെടുക്കുന്നു. അങ്ങനെ ആപ്പിൾ വീണ്ടും അവിടെ നിന്ന് വൻകുടലിലേക്ക് എത്തുന്നു. വൻകുടലിലേക്ക് എത്തിയതിനു ശേഷം ആ ആപ്പിളിലുള്ള അഥവാ അവശിഷ്ടത്തിലുള്ള എല്ലാ ജലാംശവും ഈ വൻകുടൽ വലിച്ചെടുക്കുന്നു. അങ്ങനെ അവസാനം അത് മലാശയം വഴി നേരെ കക്കൂസിലേക്ക്. പിന്നെ അവന്റെ ഒരു ദഹനത്തെ അപ്പോ സുബീഷിന്റെ ദഹന പ്രക്രിയ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. കണ്ണൻ ചേട്ടാ ഇന്ന് മനു എന്ന് പറയണ കുട്ടിയെ ലേസർ ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കണ്ണൻ ചേട്ടാ ലേസർ ലൈറ്റാ? അത് കണ്ണിലടിച്ച കാറ്റ് കൂടാ. അതിന് കണ്ണിലടിച്ചില്ല, അതേ ചുമരും അടിച്ചു. പശു ജോൺസ് മാഷ് എടുത്തുകൊണ്ടുപോയി. കണ്ണൻ ചേട്ടാ അതേ നല്ല മഴ തന്നെട്ടാ. നനഞ്ഞ് തീയുന്നു. അതെന്തേ, നമുക്കൊന്ന് മഴ കൊണ്ടുപോവാം. എന്റെ മഴ നനയാൻ പറ്റുന്ന സാധനം ഇരിക്കുന്നുണ്ട്. അതൊക്കെ പറയാം. അതെ അവിടെ ഇരിക്കവാ. ഇവിടെ ഇരിക്കണം, രാഗണ്ടാവൂ. നീ അവിടെ കയറിണ്ടാ. കണ്ണൻ ചേട്ടാ ഇതൊന്ന് മഴയും വെയിലും. ഇന്ന് കുറുക്കണ്ണ കല്യാണടാ. പണ്ട് നമ്മൾ മഴയും വെയിലും ഒന്ന് ശരിയാണെന്ന് പറഞ്ഞാ ഇന്ന് കുറുക്കന്റെ കല്യാണമാണ്. നോക്കിയാ കണ്ട സുബീഷിനെ അടിച്ചു പറ്റിയതാ. എന്തോരാ പാവം സുബിച്ചേട്ടൻ. പക്ഷെ മറ്റേ ശാസ്ത്ര ക്ലബല്ലേ? ആ അത് തന്നെ. അതില് കണ്ണൻ ചേട്ടനല്ലേ ഫസ്റ്റ് അടിച്ച സുബിച്ചേട്ടനല്ല. എടാ ഞാൻ വിട്ടെടുത്താലടാ. ക്ലീനർ ഞാൻ കാണിച്ചില്ല. അതിലും കൂടി ചോപ്പിച്ചാൽ കറിഞ്ഞാലേ. പിന്നെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടാരും കരയിപ്പിക്കാൻ പാടില്ലാന്ന്. സ്കൂളിൽ കാണാൻ പറ്റുന്ന പോണ്ടല്ല. പാടാണെങ്കിൽ എന്റെ കണ്ണൻ ചേട്ടത്തെ വാലോർക്കണ് മിണ്ടാണ്ടിരുന്നടാ. പറഞ്ഞല്ലേ അയ്യോ ഇതാര് കണ്ണന്? ആ മഞ്ജുളേട്ടനാ. എപ്പോഴാ ഗൾഫിൽ? ഞാൻ ഇന്നലത്തേതാ. ഏയ് ഇത് നമ്മുടെ ദാമോദരേട്ടന്റെ വീട്ടിലെ ഉണ്ണിയല്ലേ? ആ നീ പോലെ ചെക്കനായല്ലോ. ഓർമ്മണ്ടാ നമ്മുടെ കിണർ നടന്ന മഞ്ഞളേട്ടൻ? അല്ല നിങ്ങളെന്താ ഇവിടെ? അത് മഴ വന്നപ്പോഴേ ഇത് നനയാണ്ടിരിക്കേ. എന്തായാലും ഇത് ശാസ്ത്ര ക്ലബിലെ ഉണ്ടാക്കി കൊണ്ടുപോയതാ. പക്ഷെ കാണിച്ചില്ല. കാണിച്ചിട്ട് അതെന്തോര് കാണിക്കാൻ പറ്റില്ല. അയ്യോ അത് കൊള്ളാലോടാ. നീ എന്നത് കാണിക്കാഞ്ഞു? സുബിച്ചേട്ടൻ കാണിച്ചെങ്കിൽ കാരനാണ്. പിന്നെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്
ആരെയും കരയിപ്പിക്കാൻ പാടില്ലെന്ന്. അല്ല ഇതെന്ത് പാട്ട് വീട്ടില്? ഈ വീട് പേട്ടയല്ലടാ. ആ പാട്ടി ഇത് ഞാൻ വാങ്ങിയടാ. പണ്ട് ഇവന്റെയൊക്കെ വലിപ്പമുള്ളപ്പോ ഞാൻ ഇവിടെ ആയിരുന്നു. ഇവിടെ ആ മഴ മാറിയില്ല പോണ്ടാ, അല്ലെങ്കിൽ ഇവനെ അമ്മ അടിച്ച് പപ്പടാക്കൂനെ. ഇത് വിളിച്ചേ. ശരി ഉണ്ണി, ശരി. ഞാൻ അപ്പളെ പറഞ്ഞല്ലോ പ്രാവില്ലെന്ന്. ചേട്ടൻ വെറുതെ പറഞ്ഞാലേ ഇവിടെ പ്രാവൊന്നും. ബാക്കിയുള്ളവന് പാടുണ്ടായിട്ടല്ല ഈ ചെയ്യണത്. ഇതേ കാരണന്മാര് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഉണങ്ങണിയോ പാടി ചവിട്ടി കയറരുതിട്ട അപ്പടി മണ്ണ പൊടിയാണിത്. എന്താ കാട്ടണേ? ചെരുപ്പം ചാണാക്കി തേങ്ങ. ചാണല്ലേ? ചാണം വെള്ളം വീണോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഓ ഞങ്ങളൊക്കെ ചെരുപ്പ് ഇട്ടും കൊണ്ടല്ല നടക്കണത്, ഓരോ പരിഷ്കാരം കൊണ്ട് നടക്കണേ. ആ ഇതിൽ കാട്ട്, ഞാൻ പോകുന്നു. എടാ കണ്ണാ, നിന്റെ അച്ഛമ്മ എന്തിയടാ? അച്ഛമ്മേ എല്ലാം വന്നേക്കണ്. എന്തേ മോളെ? അമ്മേ, ഓ ദേവന്റെ പല്ലൊന്ന് പറിക്കാനാ, നല്ല വേദന ഉണ്ട് ഇവന്. ആ ഇനിയിപ്പോ എന്താ? വാ കൊണ്ടാ അങ്ങോട്ട് ചെല്ല്. ഇങ്ങോട്ട് വാട പൊന്നെ. പല്ല് നോക്കുന്നുണ്ട് എന്തെങ്കിലും വല്ലൊക്കെ നീ ഇന്നലെ എന്താണ് ചിത്രേതം കാണാൻ വരേണ്ടുന്നേ? ഇന്നലെ നിന്നെ കാടടിച്ചു പറ്റിയില്ലേ? ആ അത് നോക്കിയിരിക്കായിരുന്നു. അടിപൊളി കാടൊക്കെ ഉണ്ടല്ലോ. ആടല്ലേ എനിക്കറിയാം. വാടാ വാ, നമുക്കൊരു കളി കളിക്കാം. ഇപ്പഴാ? ആ എവിടെ പരിപാടി? അതാ ചിരിച്ചല്ലേ? അവന്റെ വായിലെന്താ? അവന്റെ പല്ലറച്ചു കൊടുക്കണ്. തേ നോക്കിയേ, എന്റെ അച്ഛമ്മ വാൻ എടുക്കണ്ട് പറിച്ചു കൊടുക്ക. ഇതായിരിക്കല്ലേ വേനെടുക്കാണ്ട് പറിക്കണേ? അല്ല നിങ്ങൾ ഈ പറിച്ചുവല്ലേ കുന്തിട്ടാണ് പൊരപ്പുറത്ത് കയറിയും? എടാ മണ്ടാത് പൊരപ്പുറത്തെറിയല്ലേണ്ടേ? അതെ, കീരിക്ക് കൊടുക്കണം. നമ്മുടെ പല്ല് കീരിക്ക് കൊടുത്താൽ കീരിയുടെ പല്ല് നമുക്ക് തരും. കീരി തരും, പക്ഷെ ഞാൻ തരല്ലോ സുബിയ. കാട് മൊത്തം എന്റെ കയ്യില്. പിന്നെ നീ ഇനിയും കളിച്ച അത് കളിച്ചാലടാ അറിയാൻ പറ്റുള്ളൂ. നിനക്ക് പേടിയാണെങ്കിൽ അത് പറയടാ. പണ്ടിങ്ങനെ പല്ല് പോയാ പറിച്ച് നേരെ നല്ല പല്ല് സ്കൂളിൽ വെച്ച് ഇന്നലെ ഉറക്കിയിട്ടില്ലേ ചെക്കൻ? വേനില്ല പറഞ്ഞിട്ട് ചോരണ്ടില്ല. വേദന ചെയ്താ പക്ഷെ ചാണകത്തിന്റെ രുചി. അതിന് നീ എപ്പോഴാ ചാണകം നിന്നേ? പോയി വാ സോപ്പിട്ടടാ. തെങ്ങേറാൻ വരൂല. വേഗം നടക്കടാ. ആകെ പാടിയത് തേങ്ങയുള്ളൂ. എന്ത് കാണിക്കാനാണ്? കണം ചേട്ടാ, ഒരു പ്രശ്നമുണ്ട്. എന്ത്? പുതിയ